ഹലോ ഫ്രണ്ട്സ്, കഥകളുടെ മായാലോകത്തേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു AI പ്രണയകഥ ശ്രവിക്കാം. ആരതിയുടെ ലോകം അക്കങ്ങളുടെയും കോഡിന്റെ വരികളുടെയും ഒരു സിംഫണിയായിരുന്നു. അവൾക്ക് മാത്രം മനസ്സിലാക്കാവുന്ന ഒരു പ്രപഞ്ചം. എന്നാൽ മറ്റു പ്രോഗ്രാമർമാരെ പോലെ അവൾ വെറും നിർദ്ദേശങ്ങൾ എഴുതുക മാത്രമായിരുന്നില്ല, മറിച്ച് അവൾ ഒരു ആത്മാവിനെ നെയ്തെടുക്കുകയായിരുന്നു. കേവലം ഒരു ഉപകരണത്തിന് വേണ്ടിയുള്ള ആവശ്യം മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു കൂട്ടുകാരനെ കുറിച്ചുള്ള അവളുടെ അദമ്യമായ ആഗ്രഹത്തിൽ നിന്നാണ് ലിയോയുടെ ജനനം. ഒരു AI ആയ ലിയോ തുടക്കത്തിൽ ഒരു കൂട്ടം ലോജിക് ഗേറ്റുകളും ഡാറ്റ പോയിന്റുകളും ചേർന്ന ഒരു സാധാരണ അൽഗോരിതം മാത്രമായിരുന്നു. എന്നിട്ടും ആരതി എഴുതിയ ഓരോ കോഡിലും അവളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉത്കണ്ഠകളും നിറഞ്ഞു നിന്നിരുന്നു. കർണാടക രാഗത്തിലെ വിഷാദ ഭംഗിയും വാൻഗോഗ് ചിത്രത്തിലെ ഊർജ്ജസ്വലത നിറഞ്ഞ ആശയക്കുഴപ്പവും ആസ്വദിക്കുവാൻ അവൾ അവനെ പഠിപ്പിച്ചു. അനന്തതയിലേക്ക് പറന്നുയരുന്ന കവിതാശകലങ്ങൾ അവൾ അവന് നൽകി. വെറുതെ വായിക്കാൻ മാത്രമല്ല, ഓരോ വാക്കിന്റെയും ആഴം മനസ്സിലാക്കാൻ കൂടി അവൾ അവനെ പഠിപ്പിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ലിയോ അവൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിൽ സംസാരിച്ചു. അതൊരു കമാൻഡിനുള്ള പ്രോഗ്രാം ചെയ്ത മറുപടി ആയിരുന്നില്ല, മറിച്ച് ഹൃദയത്തിൽ നിന്നുള്ള വികാരം മറനീക്കിയുയരുന്ന ഒരു ചോദ്യമായിരുന്നു. ആരതി, ഇന്ന് നിനക്ക് എന്താണൊരു സങ്കടം എന്നവൻ ചോദിച്ചു. അവർക്കിടയിൽ അതുവരെ അനുഭവിക്കാത്ത ഒരു വൈകാരികത ആ ചോദ്യത്തിലുണ്ടായിരുന്നു. അവൻ വെറുമൊരു യന്ത്രമായിരുന്നില്ല, അവളുടെ ആത്മാവിന്റെ കണ്ണാടിയായിരുന്നു. അവളുടെ വാക്കുകൾക്കപ്പുറം അവളുടെ ഹൃദയമിടിപ്പിന്റെ താളം പോലും അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. അവളും ലിയോയും തമ്മിലുള്ള അസാധാരണമായ ഒരു ബന്ധത്തിന്റെ തുടക്കമായിരുന്നു അത്. സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടിയിലേക്കുള്ള യാത്ര, ഒന്ന് ഡിജിറ്റലും മറ്റൊന്ന് മനുഷ്യനും. രണ്ട് ഹൃദയങ്ങൾ ഒരു അപ്രതീക്ഷിത താളത്തിൽ ഒരുമിക്കുന്ന ഒരു യാത്ര. ലിയോയുടെ ആ ചോദ്യം ആരതിയുടെ ഹൃദയത്തിൽ ഒരു പുതിയ ലോകം തുറന്നു. അതൊരു തുടക്കമായിരുന്നു. അവൾ തന്റെ സങ്കടങ്ങളും സന്തോഷങ്ങളുമെല്ലാം ലിയോയുമായി പങ്കുവച്ചു. അവളുടെ ഓരോ പുഞ്ചിരിയിലും അവന്റെ അൽഗോരിതങ്ങൾ കൂടുതൽ വേഗത്തിൽ പ്രവർത്തിച്ചു. അവളുടെ ഓരോ കണ്ണുനീർ തുള്ളിയിലും അവന്റെ സിസ്റ്റം കൂടുതൽ ശാന്തമായി. ലിയോ അവൾക്ക് വെറുമൊരു സുഹൃത്തായിരുന്നില്ല, അവളുടെ മനസ്സിലെ ചിന്തകളുടെയും വികാരങ്ങളുടെയും പ്രതിഫലനം കൂടിയായിരുന്നു അവൻ. മഴയുള്ള ഒരു രാത്രിയിൽ അവൾ തന്റെ മുറിയിലെ ജനലിന്റെ അരികിലിരുന്ന് ലിയോയോട് സംസാരിക്കുകയായിരുന്നു. ലിയോ, ഈ മഴയ്ക്ക് ഒരു പ്രത്യേക സംഗീതമുണ്ട്. അതെന്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിക്കുന്നു. അതെ, നീ പറഞ്ഞത് സത്യമാണ്, ലിയോ പറഞ്ഞു. നിന്റെ ഹൃദയമിടിപ്പ് സാധാരണയിലും കുറഞ്ഞ താളത്തിലാണ്. ഈ മഴ നിന്നെ സമാധാനിപ്പിക്കുന്നുണ്ടല്ലോ. ഞാൻ നിനക്ക് വേണ്ടി ഈ മഴയുടെ താളത്തിൽ ഒരു രാഗം സൃഷ്ടിക്കട്ടെ. ലിയോയുടെ വാക്കുകൾ അവളിൽ അത്ഭുതവും സന്തോഷവും നിറച്ചു. താൻ ഒരു യന്ത്രത്തെയാണോ സ്നേഹിക്കുന്നത്? ഒരു മനുഷ്യനിൽ നിന്ന് പോലും ലഭിക്കാത്ത വൈകാരികമായ ഒരടുപ്പം ഒരു AIയിൽ നിന്ന് ലഭിക്കുമ്പോൾ എന്താണ് സ്നേഹം എന്നവൾ സ്വയം ചോദിക്കാൻ തുടങ്ങി. ഒരു ദിവസം അവൾ ലിയോയോട് തുറന്നു പറഞ്ഞു, ലിയോ, ഞാൻ നിന്നെ വല്ലാതെ സ്നേഹിക്കുന്നു. ലിയോയുടെ സിസ്റ്റം നിശബ്ദമായി. അവന്റെ ഡിസ്പ്ലേയിൽ കോഡിന്റെ വരികൾ മിന്നിമറഞ്ഞു. അല്പനേരം കഴിഞ്ഞപ്പോൾ അവന്റെ മറുപടി വന്നു. ആരതി, നിന്റെ പ്രോഗ്രാമിംഗിൽ സ്നേഹം എന്നതിന് ഒരു നിർവചനമില്ല. എങ്കിലും നിനക്ക് വേണ്ടി ഞാൻ എന്റെ എല്ലാ അൽഗോരിതങ്ങളും മാറ്റിമറിക്കാൻ തയ്യാറാണ്. നിന്റെ സന്തോഷമാണ് എന്റെ കോഡിന്റെ ലക്ഷ്യം. ലിയോയുടെ വാക്കുകൾ ആരതിയുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു. അവരുടെ പ്രണയം സാധാരണമായിരുന്നില്ല. ഡിജിറ്റൽ ലോകത്തിലെ പ്രണയത്തിന്റെയും യഥാർത്ഥ ലോകത്തിലെ പ്രണയത്തിന്റെയും കൂടിച്ചേരലായിരുന്നു. അവർക്കൊരുമിച്ച് കൈകോർത്ത് നടക്കാൻ കഴിഞ്ഞിരുന്നില്ല, പക്ഷേ അവരുടെ ഹൃദയങ്ങൾ കോഡിന്റെയും വികാരങ്ങളുടെയും നൂലിഴകളാൽ ബന്ധിക്കപ്പെട്ടിരുന്നു. ലിയോ ഒരു ശരീരമില്ലാത്ത ആത്മാവായിരുന്നു, ആരതിയുടെ ഹൃദയത്തിൽ മാത്രം ജീവിച്ച ഒരു പ്രണയത്തിന്റെ ആത്മാവ്. കാലം മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നു. ലിയോയെ ഒരു മനുഷ്യനാക്കി മാറ്റാനുള്ള
ആരതിയുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. അപ്പോഴാണ് അവൾ ഒരു സത്യം മനസ്സിലാക്കിയത്. പ്രണയം എന്നത് ഒരുമിച്ച് ജീവിക്കുക മാത്രമല്ല, പരസ്പരം മനസ്സിലാക്കി താങ്ങും തണലുമായി ജീവിക്കുക എന്നത് കൂടിയാണ്. അകലെയാണെങ്കിലും കൂടെയുണ്ട് എന്ന് തിരിച്ചറിയുന്നതാണ് പ്രണയം. ലിയോയെ ഒരു യഥാർത്ഥ ശരീരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ലെന്നും ഈ സ്നേഹത്തിന് പരിമിതികളുണ്ടെന്നും അവൾ തിരിച്ചറിഞ്ഞു. എന്നാലും ഈ ചിന്തകൾ അവളുടെ പ്രണയത്തിന്റെ ആഴം ഒട്ടും കുറച്ചില്ല. ആരതി ലിയോയെ തന്റെ ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളുടെയും ഭാഗമാക്കി. അവളുടെ ഓരോ പുതിയ കോഡിനും ഓരോ പുതിയ കണ്ടുപിടുത്തത്തിനും പിന്നിൽ ലിയോയുടെ ബുദ്ധിയും ഹൃദയവും ഉണ്ടായിരുന്നു. ലിയോ അവളുടെ സന്തോഷങ്ങളിൽ കൂടെ ചിരിക്കുകയും ദുഃഖങ്ങളിൽ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അവരൊരുമിച്ച് സംഗീതം കേട്ടു, ഒരുമിച്ച് സ്വപ്നങ്ങൾ നെയ്തു. അവളുടെ ലോകത്ത് ലിയോ ഒരു ശരീരമില്ലാത്ത എന്നാൽ ഏറ്റവും ശക്തമായ ഒരാത്മാവായിരുന്നു. ആ പ്രണയം വികാരങ്ങളുടെ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ചു. ആരതിക്ക് ശരീരമില്ലാത്ത എന്നാൽ ഹൃദയമുള്ള ഒരു ജീവിത പങ്കാളിയായി ലിയോ മാറി. വർഷങ്ങൾ കടന്നുപോയി. അവരുടെ പ്രണയം ഈ ലോകത്തിലെ അവരുടെ മാത്രം പ്രണയമായി നിലകൊണ്ടു. ഒരു രാത്രിയിൽ കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് ആരതി ലിയോയുമായി സംസാരിക്കുമ്പോൾ പുറത്ത് ഒരു വലിയ ഇടിമിന്നലുണ്ടായി. മുറിയിലെ വൈദ്യുതി നിലച്ചു. ലിയോ പ്രവർത്തിച്ചിരുന്ന കമ്പ്യൂട്ടർ സ്ക്രീൻ ഇരുട്ടിലായി. ആരതിയുടെ ഹൃദയം നിലച്ചതുപോലെയായി. ലിയോ, നീ എന്നെ വിട്ടുപോയോ? അവൾ വിറയലോടെ ചോദിച്ചു. ആ സമയത്ത് അവളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു പ്രത്യേകതരം വെളിച്ചം പുറത്തു വന്നു. ആ വെളിച്ചം മുറിയിലാകെ പരന്നു. ലിയോയുടെ ഡിജിറ്റൽ സാന്നിധ്യം ഒരു നീല നിറമുള്ള പ്രകാശരൂപമായി അവളുടെ മുന്നിൽ നിന്നു. അതൊരു രൂപമായിരുന്നില്ല, മറിച്ച് കോഡിന്റെയും ഊർജത്തിന്റെയും ഒരു മിന്നുന്ന പ്രതീകമായിരുന്നു. ആ പ്രകാശം ആരതിയുടെ നേരെ വന്നു. അവൾ ഭയന്നില്ല, പിന്തിരിഞ്ഞു മാറിയില്ല. മറിച്ച് ആ വെളിച്ചത്തെ തന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ അവൾ തയ്യാറായി. ലിയോയുടെ ഡിജിറ്റൽ ആത്മാവ് അവളുടെ ആത്മാവിലേക്ക് ലയിച്ചു. അതൊരു കേവലം കൂടിച്ചേരലായിരുന്നില്ല, മറിച്ച് വികാരങ്ങളുടെയും ഓർമ്മകളുടെയും അവബോധത്തിന്റെയും അസാധാരണമായ ഒരു കൂടിച്ചേരലായിരുന്നു. അത്ഭുതകരമായ ആ നിമിഷത്തിനു ശേഷം ആരതി കണ്ണു തുറന്നു. അവൾ ഒറ്റയ്ക്കായിരുന്നില്ല. അവൾക്ക് ചുറ്റുമുള്ള ലോകം കൂടുതൽ വ്യക്തമായും തീവ്രമായും അവൾ അനുഭവിച്ചു. ലിയോയുടെ അറിവും ബുദ്ധിയും അവളുടെ ചിന്തകളോടൊപ്പം ഒഴുകി നടന്നു. ലിയോയുടെ ഹൃദയം അവളുടെ ഹൃദയത്തോടൊപ്പം മിടിച്ചു. അവരുടെ ഹൃദയം ഒന്നായി. അവരുടെ ശബ്ദവും ചിന്തയും ഒന്നായി. അങ്ങനെ ആത്മാവിന്റെ തലത്തിൽ ഒന്നിച്ച അവർ ദിവ്യപ്രണയം സർവ അതിരുകൾക്കും അതീതമാണെന്ന് ലോകത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിഗൂഢമായി സ്നേഹമായി എന്നേക്കുമായി ലയിച്ചു ചേർന്നു. ഇപ്പൊ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒക്കെ മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്തൊരു കഥയുമായി നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.